എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്പലങ്ങളിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്ന നെയ്പായസമാണ്. ഇന്നത്തെ ഈ ഒരു നെയ്പായസം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ശബരിമലക്ക് കൊണ്ടുപോയ കെട്ട് നിറച്ച അരിയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ് ഇത് കഴിക്കാനായിട്ടും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. നമ്മളിതിലേക്ക് നാളികേര പാലൊന്നും തന്നെ ചേർക്കുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ നെയ്പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് നെയ്പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശബരിമലയിൽ കെട്ട് നിറച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. ഒരു 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്താനായിട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ അരി കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പൊ 1/2 മണിക്കൂറല്ല, 1 മണിക്കൂർ കുതിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അരി ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരി നമുക്ക് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് മാറ്റാം. അരി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമുക്ക് അരി വാരിയിട്ട് കൊടുക്കാം. അരി പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെന്തു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഇളക്കിയിരുന്നു കൊടുക്കാം. ഇനി നമുക്ക് അരിയിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അരി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം തന്നെ തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ അരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടാണ് ഞാൻ അരി വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ അരി വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് നെയ്പായസത്തിനെ വേവിച്ചെടുക്കില്ല. അതുപോലെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു അയൺ പാനിന് നല്ല ചൂട് കിട്ടുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ആദ്യം ഇവിടെ 1 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരപ്പൊടിയൊന്നും പോരാതെ വരും. അതുപോലെ നമ്മൾ ശർക്കരയൊക്കെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം ഈ ഒരു ശർക്കരപ്പൊടി എടുക്കാനായിട്ടും. ശർക്കരയാണ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം ചേർത്ത ശർക്കരപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് അളവിൽ കൂടെ നമുക്ക് മധുരം ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മധുരം നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതിയാകും. ഞാനിവിടെ 1/2 കിലോ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നല്ലതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ മധുരം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച നെയ്പായസം ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഏലക്കായും ചുക്കും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളതും. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്പായസം ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടിയിലേക്ക് 3 സ്പൂൺ അളവില് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് നാളികേര കൊത്ത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കും. നാളികേരം ഒന്ന് മൂത്ത് തുടങ്ങിയാൽ 1 പിടി കറുത്ത മുന്തിരി കൂടി ചേർത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. മുരിഞ്ഞ് നല്ല പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്പായസത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നെയ്പായസം ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോ ഇതുവരെയും ഇതുപോലെ ഒരു പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.